ഹലോ. എടാ നീ എവിടെയാണ്? ഞാൻ എന്താ ലൊക്കേഷനിലുണ്ട്. ഇത്ര പെട്ടെന്ന് എത്തിയാ? ഞാൻ ഇനി മുതൽ പണിയിൽ പഞ്ച്വാലിറ്റി കാണിക്കാൻ തുടങ്ങുകയാണ്. എന്നാലേ അവർ ലൊക്കേഷൻ മാറ്റി. ഞാൻ പുതിയ ലൊക്കേഷൻ നിനക്ക് വാട്സപ്പ് ചെയ്തിട്ടുണ്ട്, നീ നേരെ അങ്ങോട്ട് വിട്ടോ. ഇതും കൂടി എത്രാം പ്രാവശ്യമാണ് നീ ലൊക്കേഷൻ മാറ്റുന്നത്? മര്യാദയ്ക്ക് ഒരു ലൊക്കേഷൻ പറയാൻ അറിയില്ലേ? എടാ ഞാൻ എന്ത് ചെയ്യാനാണ്? അവന്മാർ ഇൻഫർമേഷൻ എനിക്ക് തരും, ഞാൻ നിനക്ക് പാസ് ചെയ്യണു, അത്രമാത്രം എനിക്ക് അറിയുള്ളൂ. എന്നാൽ പിന്നെ അമ്മേനോട് കറക്റ്റായിട്ടുള്ള ലൊക്കേഷൻ പറയാൻ പറയും, അല്ലെങ്കിൽ എൻ്റെ സ്വഭാവം മാറും. എന്നിട്ട് വേണം അവന്മാർ തോക്കെടുത്തിട്ട് എന്നെ വെടി വെക്കാൻ. എന്തിന്? എടാ നീ വിചാരിക്കണ പോലെയല്ല, അവന്മാർ തോക്കൊക്കെയുള്ള ടീംസാണ്. നമ്മളെന്തെങ്കിലും പറയാൻ പോലെ പണി കിട്ടും. തോക്കോ? അറിയാലോ നിനക്ക്. എനിക്കെന്തറിയാൻ? നീ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ. അത് പറയാനുള്ള സമയമൊന്നും എനിക്ക് കിട്ടിയില്ല. സാധനം സേഫ് അല്ലേ? അതൊക്കെ സേഫാണ്. പെട്ടെന്ന് പോലീസ് ചെക്കിംഗ് ഉണ്ടോന്നൊക്കെ നോക്കിയിട്ട് പോ. എന്താണ്ടാ അത്? പെയിന്റിങ് തന്നെ അല്ലേ, കഞ്ചാവൊന്നും അല്ലല്ലോ. എടാ ഇത് അവാർഡ് വാങ്ങിയ പെയിന്റിംഗ് ഒന്നല്ല, നമ്മ കട്ടെടുത്താണ്. അതുകൊണ്ട് സൂക്ഷിച്ചും കണ്ടൊക്കെ ഇരിക്കണം. അതൊക്കെ ഞാൻ നോക്കോളാം. എടാ പിന്നെ ആർക്കും ഡൗട്ടൊന്നും വന്നില്ലല്ലോ? എന്ത് ഡൗട്ട്? ഒറിജിനൽ സാധനം എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് അവിടെ കൊണ്ട് വെച്ചില്ലേ? അതൊക്കെ വെച്ചിട്ടുണ്ട്. ഒറ്റ നോട്ടത്തിൽ നോക്കിയാൽ ഒറിജിനലാണ് പറയും, പക്ഷെ സൂക്ഷിച്ചു നോക്കിയാൽ പണി പാളും. അതൊന്നും സീനില്ല. അപ്പോഴത്തേനും അമേരിക്കൻ ഡീലേഴ്സിൻ്റെ അടുത്ത് കൈമാറ്റാലോ. ഇവന്മാരിങ്ങനെ ലൊക്കേഷൻ മാറ്റിയാൽ ഞാൻ എങ്ങനെ കൊണ്ട് കൊടുക്കാനാണ്? എടാ സമാധാനം വേണം. നീ പുതിയ ലൊക്കേഷനിലേക്ക് പോവാൻ നോക്ക്. CCTV ഫുട്ടേജൊക്കെ ഡിലീറ്റ് ആക്കിയില്ലേ? അതൊക്കെ പിന്നെ ഞാൻ ഡിലീറ്റ് ആക്കാതിരിക്കോടാ, മണ്ടത്തരം പറയാതെ. അല്ല നീ ആയതുകൊണ്ടേ ഒരു ഡൗട്ട്. എന്നാ പിന്നെ നിനക്ക് വന്നുണ്ടായിക്കൂടെ? എടാ കള്ളനിൽ തന്നെ പെരുങ്കള്ള നീയല്ലേ, അതുകൊണ്ടല്ലേ നിന്നെ ഏൽപ്പിച്ച്. നീ എന്നെ പൊക്കിയതാണോ അതോ ആക്കിയതാണോ? രണ്ടും അല്ല, ഉള്ള കാര്യം പറഞ്ഞതാണ്. പിന്നെ പെയിൻറ്റിംഗ് ഒക്കെ സേഫ് അല്ലേ? ഡ്യൂപ്ലിക്കേറ്റിന് പൈഞ്ചരിപ്പ് വിലയാണ്. അതിൻ്റെ ഒറിജിനലാണ് നിൻ്റെ കയ്യിലുള്ള ബോധം നിനക്ക് വേണം. അപ്പൊ പിന്നെ ഈ ഒറിജിനൽ എത്ര വരും? അതൊക്കെ വരണ്ട ലക്ഷങ്ങൾ. ലക്ഷമാ? എന്നാ പിന്നെ നിനക്ക് വിറ്റൂടെ? നീ എന്തിനാ അവന്മാർക്ക് കൊടുക്കണ്? എന്നിട്ട് വേണം അവന്മാർ തൂക്കിയിട്ട് എന്നെ വെടിവെക്കാൻ. നീ എന്തിനാണ് അങ്ങനെ പേടിച്ചാവണ്? എടാ ഇത് പണ്ടത്തെ ഡീലിങ്സ് അല്ല, അമേരിക്കൻ ഡീലിങ്സ് ആണ്. കറക്റ്റ് സമയത്തിന് പെയിൻറ്റിങ് എത്തിയില്ലെങ്കിലേ മോനെ പണി കിട്ടും. പെയിന്റിങ് ഞാൻ സേഫായി എടുത്തിട്ട് വന്നില്ലടാ. ഇനി അത് കൊണ്ടു കൊടുക്കേണ്ട പണിയല്ലുള്ളൂ, അത് ഞാൻ നോക്കോളാം. പുതിയ ലൊക്കേഷൻ കൊല്ലങ്കോടാണ്. നീ പെട്ടെന്ന് അങ്ങോട്ട് എത്താൻ നോക്ക്. കൊല്ലങ്കോടാ? അതുവരെ ഇപ്പം ഞാൻ എങ്ങനെ പോകാനാണ്? അപ്പം നിൻ്റെ കയ്യിൽ വണ്ടിയില്ലേ? വണ്ടിയുണ്ട്, പക്ഷെ ഡീസൽ കമ്മിയാണ്. അതിനല്ലടാ പെട്രോൾ പമ്പ് ഉള്ളത്, പോയി ഡീസൽ അടിക്കി. പൈസ ഇല്ലടാ. എന്നാ പിന്നെ വല്ല ബസ്സോ ട്രെയിനോ പിടിച്ച് പോടാ. നിന്റെ അച്ഛൻ്റെ ബസ് വല്ലതും കൊല്ലങ്കോട്ടേക്ക് പോകണ്ട? ഇല്ല. പിന്നെ ഞാൻ എങ്ങനെ പോകാനാണ്? ബസ്സിനുള്ള പൈസയും കൂടെ എൻ്റെ ഇല്ല. എന്നാ പിന്നെ നിന്റെ GPay നമ്പർ എനിക്ക് അയക്കി, അതിൽ പൈസ ഇടാൻ ഞാൻ. എടാ എൻ്റെ GPay ഒന്നും ഇല്ലടാ. എടി ഞാൻ അവിടെ തന്നെ വന്നുകൊണ്ടിരിക്കണു, ഒന്ന് സമാധാനപ്പെടും. ഒരു 10 മിനിറ്റ് ഫോൺ വെക്ക്, ഞാൻ ഇപ്പൊ വരാം. നീയേ പെട്രോൾ പമ്പിൽ പോയിട്ട് QR കോഡ് എനിക്ക് അയക്കി, ഞാൻ പൈസ അയച്ചു തരാം. നീ അത്രയ്ക്ക് അങ്ങ് കഷ്ടപ്പെടണ്ട, ലൊക്കേഷൻ എത്തിയിട്ട് ഞാൻ വിളിക്കാം. പുല്ല് എന്താണ്ടാ? എക്സാം ടൈം ടേബിള് അയിന് ഈ വട്ടം വല്ല സപ്ലി വന്നു കഴിഞ്ഞാൽ വീട്ടിൽ നിന്ന് ചോറ് കിട്ടില്ല. സപ്ലി ഒന്നും വരടാ, പാസ് മാർക്ക് വാങ്ങാനുള്ളതേ ഉള്ളൂ. നീ നോട്ട് കംപ്ലീറ്റ് ആക്കിയാ? നീ നോട്ടൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പഠിക്കാൻ പോവാ, ബിറ്റ് വെച്ചാ പോരടാ. നോട്ട് കിട്ടണമെങ്കിൽ നമുക്ക് അസൈൻമെന്റ്, നോട്ട്ബുക്ക്, മറ്റേത് മറിച്ചൊക്കെ കൊണ്ടുപോയി കംപ്ലീറ്റ് ആക്കി കൊടുത്താലേ നമുക്ക് ഹാൾ ടിക്കറ്റേ തരുള്ളൂ. അതിനിപ്പോ 2 ആഴ്ച സമയമുണ്ടല്ലോ, നീ ഇപ്പഴേ എന്തിനു തലമുണ്ടാക്കണ്? നീ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്ന മോനെ, ഒന്നുമില്ലെങ്കിൽ ലക്ഷങ്ങൾ കൊടുത്തിട്ടല്ലേ എൻ്റെ അച്ഛനും അമ്മയും നിന്നെ ഇവിടെ പഠിപ്പിക്കണേ. അതിനുള്ള ബോധത്തിന് നീ ഒന്ന് മര്യാദക്കിരുന്ന് പഠിച്ചൂടെ? നീ ഇപ്പൊ എന്നെ കൊണ്ട് നന്നാവനാ പറയണേ? അങ്ങനെയും പറയാം. നീ പറഞ്ഞ അതേ കോളേജിലല്ലേ ഞാൻ ജോയിൻ ചെയ്തിരിക്കണേ? അതെ. നീ പറഞ്ഞ അതേ കോഴ്സല്ലേ ഞാൻ എടുത്തിരിക്കണേ? അതെ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ക്ലാസ് കെട്ടടിക്കണേ? തന്നെ. നീ പറഞ്ഞിട്ടല്ലേ ഞാൻ ആഴ്ചയിൽ 2 ദിവസം ലീവ് എടുക്കണേ? ഓഫ് കോഴ്സ്. പിന്നെ ഞാൻ എങ്ങനെടാ നന്നാവുക? ഇനിയിപ്പൊ എന്നെ പറയ്, അതിന് പകരം നവനീതിന്റെ ഒപ്പം പോയി നിനക്ക് CS എടുത്താൽ പോരായിരുന്നില്ലേ? CS അതൊന്നും എന്നെ കൊണ്ട് പറ്റിയ പണിയല്ല. 11th 12th നീ CS തന്നെയല്ലേ പഠിച്ച്? 11th കൊറോണ പാസ്, 12th എങ്ങനെ പാസ്സായിന്ന് എനിക്ക് തന്നെ ഒരു പിടിയില്ല. സ്വിച്ച് ഇട്ടാ കമ്പ്യൂട്ടർ ഓൺ ആവുന്നല്ലാണ്ട് ഇതിനെക്കുറിച്ചൊന്നും എനിക്കറിയില്ല. അതല്ലേ ഞാൻ നിന്റെ ഒപ്പം ബിസിനസ് എടുത്ത്. എന്നിട്ട് നിനക്ക് ബിസിനസ്സിൽ വല്ല ഐഡിയ ഉണ്ടോ? എന്താ ഇല്ലാണ്ട്?
എനിക്കുണ്ടല്ലോ ഇപ്പോൾ കൂടുതൽ സിനിമയോടാണ് താല്പര്യം. ഈ സിനിമ കാണുമ്പോൾ കിട്ടുന്ന 3 മണിക്കൂർ സമാധാനം വേറെ എവിടെ കിട്ടും? അതുകൊണ്ട് ഞാനൊരു കാര്യം തീരുമാനിച്ചു. എന്ത്? ഞാനൊരു തിയേറ്റർ ഇടാൻ പോകണം. അത് ഇട്ടുമെന്ന് വെച്ചാൽ മോനെ ലൈഫ് ടൈം സെറ്റിൽമെൻറ്റാ. അതിനൊരു തിയേറ്ററിന് അറ്റ്ലീസ്റ്റ് ഒരു 5 കോടി വേണം. ആ 5 കോടി ഉണ്ടാക്കാൻ തന്നെ വേണം നിനക്ക് നിന്റെ ലൈഫ് ടൈം. അതിനല്ലടാ ഞാൻ നിന്നെ നൻപനാക്കി വെച്ചിരിക്കണേ. നീ ഒരു 5 കോടി തായോ, ഞാൻ ഒരു അടിപൊളി തിയേറ്റർ ഇട്ടേ. ലാഭം കിട്ടുമ്പോൾ തിരിച്ചു തരാ. സിമ്പിൾ. ആ നീ തിയേറ്റർ ഇട്ട മാതിരി തന്നെ. എന്താ നീ നല്ല ബിസിനസ് മൈൻഡുള്ള ആളടാ. തൈരാണ്. ഞാനേ ഒരു പിടിയില്ലാണ്ടാണ് ബിസിനസ് എടുത്ത്. ഇനി നിനക്ക് വല്ല തിയേറ്റർ ഇടാൻ പൈസ തരണമെങ്കിൽ എനിക്ക് വല്ല ലോട്ടറി അടിക്കണം. ലോട്ടറിയോ? അതൊക്കെ ലക്കുള്ളവർക്കേ കിട്ടുള്ളൂ, നമുക്കൊന്നും കിട്ടില്ല. ഹലോ, ആളിയോ ചെറിയ സീനായടാ. എന്താ നിന്റെ ആള് തേച്ചാ? അതല്ലടാ, പിന്നെ എടാ എൻ്റെ ബൈക്ക് ഒരുത്തം പൊക്കിയടാ. ആര്? ഓ പിന്നെ പേരുന്നാളും പറഞ്ഞിട്ടാണല്ലോ അവൻ വണ്ടി എടുത്തിട്ട് പോയത്. ഏതോ ഒരു നാറ് വണ്ടി എടുത്തിട്ട് പോയി. അല്ലടാ എങ്ങനെ? വണ്ടിയൊന്നും ഓരോത്താക്കി മൂത്രമൊക്കെ ഇറങ്ങിയത്. ഏതോ ഒരു നായ വണ്ടി എടുത്തിട്ട് പോയി. നീ വണ്ടി ചാവി മറന്ന് വണ്ടിയിൽ തന്നെ വെച്ചിട്ട് പോയല്ലേ? ആടാ. നീ പിന്നെ പണ്ടേ അങ്ങനെയല്ലേ, ബിറ്റ് പേപ്പർ എടുത്ത് ആൻസർ ഷീറ്റിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുത്തവനല്ലേ നീ? അതല്ലടാ, ഇന്നാടാ ഞാൻ ഫുൾ ടാങ്ക് പെട്രോൾ അടിച്ച്. നല്ല കാര്യം. അതുമാത്രല്ലടാ, എൻ്റെ പേഴ്സ് വയലായിരുന്നടാ. നിന്റെ സമയം തീരെ ശരിയില്ലല്ലോടാ. ആടാ, 2 ദിവസമായിട്ട് തീരെ ശരിയില്ല. എടാ അതല്ലടാ, നിൻ്റെ വണ്ടിയില്ലേ? ആടാ ഉണ്ട്. അതൊന്നും എടുത്തിട്ട് തറോട് വരെ വരാൻ പറ്റുമോ? ഓ നീ പാലക്കാട് എത്തിയോ? ആടാ, ചെറിയ പണിയൊന്നുണ്ട് ഇവിടെ, ബൈക്കിൻ്റെ ആവശ്യമുണ്ട്. നീ ഒന്നും എടുത്തിട്ട് വരുമോ? ഓ എന്താണാവോ പണി? എടാ എൻ്റെ ആളെ കാണാൻ പോവാടാ. അവളെ അടുത്ത ആഴ്ച കോഴിക്കോട് പോവല്ലേ, ചെറിയൊരു മീറ്റപ്പ് വെച്ചിട്ടുണ്ട്. നീ ഒന്ന് വണ്ടി എടുത്തിട്ട് വരുമോ? തീരെ സമയമില്ല, ഒന്ന് വേഗം വരുമോ? ആടാ ഒരു 10 മിനിറ്റിൽ വരാടാ. എടാ എവിടേക്ക് പോണ്? എടാ നവനീതിനെ വണ്ടി ഒന്ന് വേണോ അത്ര, കൊടുത്തിട്ട് വരാം. ഏത് നവനീത്? എടാ നമ്മുടെ ഇപ്പോൾ സ്കൂളിൽ പഠിച്ച നവനീതറാ. ഓ ആ സുരേന്ദ്രനാ? അവൻ തന്നെ. അവൻ്റെ വണ്ടി ആരോ പൊക്കിയത്ര. ആര്? ഓ പിന്നെ അവൻ പേരും നാളും പറഞ്ഞിട്ടാണല്ലോ വണ്ടി എടുത്തിട്ട് പോയത്. എടാ നീ എന്താ ഇങ്ങനെ വെളിവില്ലാണ്ട് സംസാരിക്കണേ? അല്ലടാ, അവൻ വണ്ടി എടുത്ത് കുറച്ചല്ലേ ആയിട്ടുള്ളൂ. ഒരു 3 മാസമായി തോന്നുന്നു. 3 മാസം തന്നെയല്ലേ ആയിട്ടുള്ളൂ. ആടാ അവനെന്തോ വണ്ടിയുടെ അത്യാവശ്യം ഉണ്ട് അത്ര. ഗേൾഫ്രണ്ടിനെ കാണാൻ പോകാനാ തോന്നുന്നു. വാ കൊടുത്തിട്ട് വരാം. ഞാനൊന്നുമില്ല, നീ പോയിട്ട് വാ. വരുമ്പോൾ ഒരു ചായ കുടിച്ചിട്ട് വരാം. നീ ഒരു ദിവസം എത്ര ചായ കുടിക്കുക, അതും ഈ വെയിലത്ത്? എന്നാ പിന്നെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് വരാം. പൈസ ഉണ്ടാ? രാവിലെ ഫുഡ് കഴിച്ചതിൻ്റെ ബാക്കിയുണ്ട്. എത്ര ഉണ്ട്? 20 രൂപ. ഇതിപ്പോ ചെലവായ വൈകുന്നേരം ചായ കുടിക്കാൻ എന്ത് ചെയ്യും? ഒരു ചായ 12 രൂപ, 2 ചായ 24 രൂപ. ഒരു 4 രൂപ എക്സ്ട്രാ വേണ്ടി വരും. 4 റുപ്യല്ലേ? അത് അബ്ദുള്ള കൊണ്ട് GPay ചെയ്യാൻ പറയാം. 4 രൂപ അവനെ കൊണ്ട് GPay ചെയ്യിപ്പിക്കണം. അവൻ അപമാനിക്കുന്ന പോലെയായില്ലേ. ഇപ്പം ഒരു കാര്യം ചെയ്യാം, ഉള്ള 20 രൂപ വെച്ചിട്ട് ജ്യൂസ് കുടിക്കാം. ഈവനിങ് അവനെ കൊണ്ട് ഒരു 50 രൂപ അയപ്പിക്കാം, എന്നിട്ട് ചായ കുടിക്കാം. എന്നാ പിന്നെ നീ പോയിട്ട് 2 ജ്യൂസ് വാങ്ങിച്ചിട്ട് വാ. അല്ല നീ വരണില്ലേ? എനിക്ക് വയ്യടാ. എൻ്റെ ഒരു പിക്ക് ഉണ്ട്, അത് BGM കയറ്റി സ്റ്റോറി ഇട്ടാലേ നല്ല ലൈക്സ് കിട്ടും. ഇട്ടാലോ? ഏത് ഫോട്ടോ? നീ 32 വല്യം കാണിച്ച് ഇളിക്കുന്ന ഒരു പിക്കില്ലേ, അത്. എന്നാ പിന്നെ വാ, നമുക്കൊരു ചായ കുടിച്ചിട്ട് വരാം. എൻ്റെ ആളെയാ. പിന്നെ നമുക്കൊരു ചായക്കടി ഇട്ടാലോ? എന്തിന്? ഫ്രീ ആയി ചായ കുടിക്കടാ. നിന്റെ അച്ഛനിട്ട് വരുമോ ചായക്കട? പിന്നെ ഒരു ചായ ഇട്ട് തരാൻ പറഞ്ഞിട്ട് കേൾക്കണല്ലോ, പിന്നെയാണ് ചായക്കട. അറിയാലോ, അപ്പൊ മൂടിയിട്ട് വാ. ഞാൻ വന്ന വഴി പോയാൽ മതിയായിരുന്നു. ഈ ഗൂഗിൾ മാപ്പിനെ വിശ്വസിച്ചിട്ട്. ഇവിടെ പെട്ടെന്നാ ലെഫ്റ്റ്. ബ്രോ ഒന്ന് നിർത്തോ ബ്രോ? ടൗൺ വരെ പോകാനാണ്. എളുപ്പവഴി ഏതാണ്? ടൗണിലേക്ക് ബ്രോ നേരെ പോയി റൈറ്റ് എടുത്തേക്ക് ഒരു മണ്ഡപം വരുന്നുണ്ട്, അവിടെ നിന്ന് 100 മീറ്റർ പോയ ജംഗ്ഷൻ എത്തി. ഓക്കെ താങ്ക്സ് ബ്രോ. ശരി ബ്രോ. വണ്ടി നിർത്ത്. എന്താ? അതിന് അവനീതിന്റെ വണ്ടിയല്ലേ? എനിക്കറിയില്ല. എടാ അവന്റെ വണ്ടിയാണോ? വണ്ടി വിട്. എടാ എവിടേക്ക്? എന്റെ അച്ഛന്റെ കല്യാണത്തിന് പോയി അവനെ പിടിക്കണ്ടേ? എടാ മയിലേ, അവൻ അതിൽ കൂടെ പോയത്. വണ്ടി വേഗം